സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലായ ജയഭാരതി അമ്മയെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലിറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരുണും രാധികയൊക്കെ. അതിനായിട്ട് അവരൊരു വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിലെത്തുന്നുണ്ട്. എന്നാൽ വക്കീൽ മുത്തശ്ശിയുടെ ജാമ്യത്തെക്കുറിച്ച് CIയോട് പറയുന്നുണ്ടെങ്കിലും അയാൾ മുത്തശ്ശിക്കെതിരെയുള്ള കേസ് വളരെ സ്ട്രോങ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് വരുണിനെയും രാധികനെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിനി എത്ര കൊടി കെട്ടിയ വക്കീലിനെ കൊണ്ടുവന്നാലും ശരി, ഈ കേസിൽ നിന്ന് അങ്ങനെയൊന്നും നിൻ്റെ മുത്തശ്ശീനെ നിനക്ക് ജാമ്യത്തിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം വനിതാ കമ്മീഷനും പോലീസുകാരും ഒരുപോലെ സെക്യൂരിറ്റി കൊടുത്ത് പറഞ്ഞു വിട്ട ആ പ്രിയങ്കേനെയും മുത്തശ്ശീനെയും നിൻ്റെ മുത്തശ്ശി തള്ളി ഇറക്കി വിട്ടതല്ലേ. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഊരി പോകാൻ പറ്റുന്ന കേസൊന്നുമല്ല. അവർ ജയിലിൽ കിടന്ന് അനുഭവിക്കും, നരകിച്ച് ചാകും. അങ്ങനെ അയാൾ രാധികേനെയും വരുണിനെയൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിയന്ത്രണം ഇഷ്ടപ്പെട്ട വരുണാണെങ്കിൽ അയാളുടെ ഷർട്ടിനെ കൊത്തിപ്പിടിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കുവാണ് കേട്ടോ. അന്നേരം വരുണിന് രാധികയും വക്കീലൊക്കെ ചേർന്ന് എങ്ങനെയൊക്കെ പിടിച്ചു മാറ്റുവാണ്. ഈ സമയം CI പറയണേ, അതെ നിൻ്റെ ഷോ ഓഫ് ഒന്ന് ഇവിടെ എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റേഷൻ പരിധി കാണിക്കണ്ട. വക്കീല് മര്യാദയ്ക്ക് ഇവനെ വിളിച്ചുകൊണ്ട് നോക്കോ, അല്ലെങ്കിൽ ഇവൻ്റെ മേലിൽ പോലീസുകാരനെ അതിക്രമിച്ചു എന്നുള്ള കുറ്റത്തിന് ഇവനെയും പിടിച്ച് ലോക്കപ്പിലിടും. അത് വേണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഇവനെ എൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോ. അങ്ങനെ രാധികയും വക്കീലും കൂടി ചേർന്ന് വരുണിനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. ഈ സമയം വക്കീൽ പറയണേ, ആ CI പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇതിൽ ജാമ്യം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു വഴി നമ്മുടെ മുമ്പിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയങ്ക പരാതി പിൻവലിക്കണം. അവളുടെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലും പരാതി പിൻവലിപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക്. അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരും, അല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിലില്ല. ഈ സമയം പറയണേ, എന്താണെങ്കിലും എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, പ്രിയങ്കയെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കേസ് പിൻവലിപ്പിക്കണം വരുൺ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെ ഫോണിൽ വിളിക്കുന്ന വരുണിനെയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കണം എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അന്നേരം പ്രിയങ്ക പറയണേ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ജയഭാരതി മുത്തശ്ശിയുടെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കാം. എന്താ അത് മതിയോ? അന്നേരം വരുൺ പറയണേ, പ്രിയങ്ക അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിന് പകരമായിട്ട് നീ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അന്നേരം പ്രിയങ്ക പറയണേ, എനിക്കൊരു ഒറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി. വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് രാധിക എന്നേക്കുമായിട്ട് പടിയിറങ്ങി പോകണം. അവളെ വരുൺ ഉപേക്ഷിക്കണം. എന്നിട്ട് പകരം എന്നെ സ്വീകരിക്കണം. എന്താ ഇതിന് സമ്മതമാണോ? സമ്മതമാണെന്ന് വരുണൊരു വാക്ക് പറഞ്ഞാൽ മതി. ഈ നിമിഷം തന്നെ ഞാൻ മുത്തശ്ശീനെ പുറത്തിറക്കാൻ സഹായിക്കാം. അങ്ങനെ പ്രിയങ്ക വെച്ച് ആ ഡിമാൻഡ് കേട്ട് കാലി പൂണ്ട വരുൺ അപ്പം തന്നെ ഫോൺ കെട്ടുകയുമാണ്. ഈ സമയം രാധിക എന്താ പ്രിയങ്ക പറഞ്ഞെന്ന് ചോദിക്കുക. അന്നേരം പ്രിയങ്കയുടെ ആവശ്യം എന്താണെന്ന് വരുണും പറയണേ കേട്ടോ. അത് കേൾക്കുന്നതും രാധികയും ആകെ തകർന്നു പോകുവാണ്. ഈ സമയം സുകുമാരിയമ്മ പ്രിയങ്കയോട് പറയണേ, അത് കലക്കി മോളെ, അവൻ അവസാനം നിൻ്റെ കാൽക്കൽ തന്നെ വരും. അവൻ അത്രക്ക് പ്രിയപ്പെട്ടതാണല്ലോ അവൻ്റെ മുത്തശ്ശി. അവളെ പുറത്തിറക്കാനായിട്ട് അവന് രാധികയെ ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുമോളെ. നീ വരുണിൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഭാര്യയായിട്ട് പോകാൻ തയ്യാറായിരുന്നോ? അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് ലോക്കപ്പിൽ കിടക്കുന്ന ജയഭാരതി അമ്മേനെയാണ്. ഈ സമയം വരുണിൻ്റെ രാധികയും ജയഭാരതിനെ കാണാനായിട്ട് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയുടെ മുത്തശ്ശിയുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് സങ്കടം സഹിക്കാനാവാതെ നിൽക്കുവാണ് രാധിക. ഈ സമയം രാധിക പ്രിയങ്കയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച കാര്യവും പ്രിയങ്ക പറഞ്ഞ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം. അതിനി ഞാൻ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ കാരണം മുത്തശ്ശി ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കാൻ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രിയങ്കയുടെ അരികിലേക്ക് പോകുവാണ്. അവൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറയാൻ. അന്നേരം അത് കേൾക്കുന്നതും മുത്തശ്ശി മരണമൊക്കെ ഞെട്ടുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മ പറയണേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി നീ പറയണം, പ്രിയങ്കക്ക് വാക്ക് കൊടുത്തിട്ട് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒരു നിമിഷം പോലും ഇവനെക്കുറിച്ച് നീ മനസ്സിൽ ഓർക്കില്ലെന്ന്. എന്താ അങ്ങനെ ഒരു ഉറപ്പ് നിനക്കെനിക്ക് തരാൻ പറ്റുമോ? മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ഞെട്ടലോട് കൂടി ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന രാധികനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്